ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് വരാൻ പോകുന്നത്. 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഇത്തവണ ഷഷ്ടിയായി ആചരിക്കുന്നത്. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 27-ാം തീയതി ഉച്ചയ്ക്ക് 12:03 മുതൽ 28-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:27 വരെയാണ്. അതുകൊണ്ട് തന്നെ ഉദയത്തിൽ ഷഷ്ടിയുള്ള ദിവസം, അതായത് 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ക്ഷേത്രങ്ങളിലൊക്കെ, നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഷഷ്ടിയായി ആചരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കലണ്ടറിൽ നോക്കുമ്പോൾ 27-ാം തീയതി ഷഷ്ടിയായി കാണാവുന്നതാണ്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാ മുരുകക്ഷേത്രങ്ങളിലും 28-ാം തീയതിയാണ് ഷഷ്ടിയായി ആചരിക്കുന്നത്. സാധാരണ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് അമ്മമാർ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വ്രതമാണ് ഷഷ്ടി എന്നുള്ളത്. ശരിയാണ്, അമ്മമാർ മക്കൾക്ക് വേണ്ടി ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഷഷ്ടിവ്രതം അതിനുവേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്രതമല്ല. മുരുകൻ എന്ന് പറയുന്നത് മഹാജ്യോതിഷിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മദോഷങ്ങളെ, നമ്മുടെ മുൻജന്മദോഷങ്ങളെ, നമ്മുടെ കുടുംബദോഷങ്ങളെ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ദേവതയാണ് മുരുകൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുടുംബദോഷങ്ങൾ കൊണ്ടോ നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ടോ ഒക്കെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ലഭിക്കാത്തത്. കാരണം നമ്മുടെ കൈ മുറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ 10,000 മടങ്ങ് വേദനയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈ മുറിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം ഉണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അവരെത്തുന്നില്ലെങ്കിൽ, അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പല മാതാപിതാക്കളും ഷഷ്ടിവ്രതം എടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കർമ്മദോഷങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഷഷ്ടിവ്രതം എടുത്തു പ്രാർത്ഥിച്ചാൽ അവരുടെ തലമുറകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അവരുടെ കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഷഷ്ടിവ്രതം എടുത്ത് നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഇനി ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഷഷ്ടി ദിവസങ്ങളിൽ വേലായുധസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അന്ന് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കി പരമാവധി സമയം നാമം ജപിച്ച് ഇരിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യം ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല. അന്നൊരു ദിവസം വെജിറ്റേറിയൻ ആവുക. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോകാം. അതിനും സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമാണ്. ഇനി എങ്ങനെയാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്? തലേ ദിവസം എല്ലാവരും ഒരിക്കലെടുക്കും. അതായത് വ്രതത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ തയ്യാറാക്കുന്നു. പിറ്റേ ദിവസം പൂർണ്ണമായ ഉപവാസം ചിലർ ചെയ്യാറുണ്ട്. ചിലർ ഒരു നേരം അരിഭക്ഷണം കഴിക്കും. അത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചോറായിരിക്കും. ചിലരത് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കും. ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും. ചിലർ 3 നേരവും കഴിക്കും. പക്ഷേ പഴങ്ങളായിരിക്കും കഴിക്കുന്നത്. ചിലർ വെള്ളം മാത്രം കുടിച്ചിരിക്കും. ചിലർ പൂർണ്ണമായ ഉപവാസം. നമ്മൾ തീരുമാനിക്കുക എങ്ങനെയാണ് നമുക്ക് വ്രതം എടുക്കേണ്ടത് എന്നുള്ളത്. ഇനി ക്ഷേത്രത്തിൽ പോയി
അവിടെ നിന്നും ചോറ് മേടിച്ച്, അതായത് നൈവേദ്യച്ചോറ് മേടിച്ച് കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ശുദ്ധമായി വീട്ടിൽ പച്ചരിയോ ഉണക്കലരിയോ ചോറ് വെച്ച് കഴിക്കാം. വാളംപുളി ഉപയോഗിക്കാറില്ല, ഉഴുന്ന് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി, ദോശ, പപ്പടം, ഉഴുന്നുവട ഇതൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. വാളംപുളി ഉപയോഗിക്കാറില്ല. അതായത് വാളംപുളി എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി. അതുപോലെ ഏത്തപ്പഴം ചിലർ കഴിക്കാറില്ല. കാരണം ഏത്തപ്പഴം ഒരു പൂർണ്ണമായ ഭക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ചിലർ ഏത്തപ്പഴം ഒഴിവാക്കാറുണ്ട്. ഇങ്ങനെ വളരെ ലഘുവായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഐശ്വര്യം കുടുംബത്തിനും ഇനി വരുന്ന തലമുറയ്ക്കും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണത്തെ ഇങ്ങനെ കുറയ്ക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സ്ഥിരമായി ഏകാദശിയും ഷഷ്ഠിയും ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരു നല്ല തേജസ് ഉണ്ടാകും. കാരണം 1-2 ദിവസമൊക്കെ ഉപവസിക്കുകയും അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഒക്കെ കഴിച്ച് ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ അകലും. അതോടുകൂടി അവരെ ബാധിച്ചിരിക്കുന്ന പല രോഗങ്ങൾക്കും ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. സ്ഥിരമായി നാമം ജപിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു വലിയ തേജസ് ഉണ്ടാകുന്നത് പോലെ തന്നെ സ്ഥിരമായി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും ഒരു തേജസ് ഉണ്ടാകാറുണ്ട്. അത് അവരുടെ ആഹാരത്തിലുള്ള നിഷ്ഠ കൊണ്ടാണ്. അങ്ങനെ അന്നേ ദിവസം വ്രതമെടുക്കുകയും നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്നുകിൽ ക്ഷേത്രദർശനം ചെയ്ത് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം തീർത്ഥം സേവിച്ച്. തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വലിയ മുരുകഭക്തരാണ്. പൂർണ്ണമായ ഉപവാസമാണ് അവർ നടത്തുന്നത്. ചിലപ്പോൾ ചില ആളുകൾ തീരെ അവർക്ക് ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ 1-2 കുരുമുളക് അവരെടുത്ത് വായിലിട്ടിങ്ങനെ ചവയ്ക്കും. അതാണ് അവർ ചെയ്യുന്നത്. അത്ര വലിയ വിശ്വാസത്തോടു കൂടിയാണ് അവരൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നത്. നമുക്കും അത്രയും നിഷ്ഠയോടുകൂടി എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഷഷ്ഠിവ്രതം മാസത്തിൽ 1 ഷഷ്ഠി എന്ന നിലയ്ക്ക് എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ ഈ ദുരിതത്തിൽ നിന്നും നമുക്ക് രക്ഷയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ഈശ്വരൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. 100% ഉറപ്പാണ്. ഗൃഹസ്ഥാശ്രമികളായ ജീവികൾ അവരുടെ ലൗകികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാനാണ് വേലായുധസ്വാമി, അതുപോലെ തന്നെ ഭഗവതിയും. ഇവർ രണ്ടുപേരെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സാധാരണ നമ്മൾ ഏകാദശി എടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഏകാദശി എടുത്ത് പ്രാർത്ഥിക്കുന്നത്? മോക്ഷമാണ്. അതുകൊണ്ടാണ് എല്ലാ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏകാദശിയാണെന്ന് പറയുന്നത്. കാരണം അവിടെ ലൗകികപരമായ ആവശ്യങ്ങളൊന്നുമല്ല, ഭഗവാനിലേക്ക് ലയിക്കുക, അതാണ് പരമമായ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏകാദശി വ്രതം എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ, നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ മാറ്റി നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് കാർത്യായനി ദേവിയെയും അല്ലെങ്കിൽ ഭഗവതിയെയും അതുപോലെ തന്നെ വേലായുധസ്വാമിയെയും പ്രാർത്ഥിക്കണം. അതിന് ഏറ്റവും ഉത്തമമാണ് വെള്ളിയാഴ്ച വ്രതങ്ങളും അതുപോലെ തന്നെ ഷഷ്ഠിവ്രതങ്ങളും. അതുകൊണ്ട് തന്നെ പറ്റുന്ന എല്ലാവരും തന്നെ ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ
വെള്ളിയാഴ്ച വ്രതം എടുക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ വെള്ളിയാഴ്ച വ്രതവും എടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.